പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനെ വധിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യാസൂത്രകൻ മൂസ സുലൈമാൻ എന്ന മൂസ ഫൌജിയെയാണ് ഓപ്പറേഷൻ മഹാദേവിലൂടെ സൈന്യം വധിച്ചത്. ദഷിഗാമിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ഇയാൾ ഉൾപ്പെടെ 3 പേരെ വധിച്ചത്. 14 ദിവസത്തെ നിരീക്ഷണത്തിനൊടുവിലായിരുന്നു ഭീകരർക്കെതിരായ സൈന്യത്തിന്റെ നടപടി. ഇവരുടെ ആശയവിനിമയം സൈന്യം പിന്തുടരുകയായിരുന്നു. ചൈനീസ് നിർമ്മിത സാറ്റലൈറ്റ് ഫോണുകളാണ് ഭീകരർ ഉപയോഗിച്ചിരുന്നത് എന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ഓപ്പറേഷൻ മഹാദേവിലൂടെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനെ ഉൾപ്പെടെ 3 പേരെയാണ് വധിച്ചിരിക്കുന്നത്. ജമ്മു കശ്മീർ പോലീസ്, CRPF ഒപ്പം ആർമിയും ചേർന്നുള്ള ഒരു സംയുക്ത ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ മഹാദേവ്. എന്തായാലും ലക്ഷ്യം ഫലം കണ്ടിരിക്കുന്നു. കൃത്യമായ ഒരു നിരീക്ഷണം ഇവർക്ക് മേലുണ്ടായിരുന്നു. കഴിഞ്ഞ 14 ദിവസമായി ഈ നിരീക്ഷണം തുടരുകയായിരുന്നു എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? നിലിമ, കൃത്യമായ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ മഹാദേവ് ലക്ഷ്യം കണ്ടിരിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും ഒപ്പം ലഷ്കർ ഇ തോയ്ബയുടെ കശ്മീർ പതിപ്പായിട്ടുള്ള ദ റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെ കമാൻഡറും കൊടും ഭീകരനുമായിട്ടുള്ള ഹാഷിം മൂസ എന്ന സുലൈമാൻ മൂസ എന്ന കൊടും ഭീകരനെയാണിപ്പോൾ സൈന്യം ഓപ്പറേഷൻ മഹാദേവിലൂടെ വധിച്ചിട്ടുള്ളത്. കൂടാതെ മറ്റു 2 ഭീകരരെ കൂടി വധിച്ചിട്ടുണ്ട്. നിലവിൽ അനൌദ്യോഗികമായി നമുക്ക് ലഭിക്കുന്നത് അബു ഹംസ, യാസിർ എന്നീ പാകിസ്ഥാൻ സ്വദേശികളായിട്ടുള്ള ഭീകരരെയും കൂടാതെ ഹാസിം മൂസ എന്ന സുലൈമാൻ മൂസയുമാണ് ഈ ഓപ്പറേഷൻ മഹാദേവിൽ ഇപ്പോൾ സൈന്യം വകവരുത്തിയിട്ടുള്ളത്. അല്പസമയങ്ങൾക്ക് മുൻപ് കശ്മീർ സോൺ IG വിധി കുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്, വിധി കുമാർ വ്യക്തമാക്കിയത്, ഇപ്പോഴും ഈ പ്രദേശത്ത് പരിശോധന തുടരുകയാണ്. വൻ ആയുധശേഖരം പിടിച്ചെടുത്തിട്ടുണ്ട്. 3 ഭീകരരെ വധിച്ചു. കൂടുതൽ സേനാവിന്യാസം നടത്തിക്കൊണ്ട് പ്രദേശത്ത് കൂടുതൽ ഭീകരർ തമ്പടിച്ചിട്ടുണ്ട് എന്ന പരിശോധന ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് കശ്മീർ സോൺ IG വിധി കുമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. 3 മണിക്കൂർ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിലാണ് ഈ 3 ഭീകരരെ സൈന്യം വധിച്ചിട്ടുള്ളത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പ്രാദേശികമായി ഭീകരാക്രമണം ആസൂത്രണം ചെയ്തത്, അതിന്റെ ഗൂഢാലോചന നടത്തിയത് അതിർത്തിക്കപ്പുറത്ത് പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകൾ ലഷ്കർ ഇ തോയ്ബയും ഒപ്പം പാക് ചാര സംഘടന ISIയും ആണെങ്കിൽ കശ്മീരിനകത്ത് അത് പ്രാദേശികമായി ഏകോപിപ്പിക്കുകയും അതിൽ നേരിട്ട് പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ഹാഷിം മൂസ എന്ന സുലൈമാൻ മൂസ എന്ന കൊടും ഭീകരനെ വധിക്കാൻ സാധിച്ചു എന്നത് ഭാരതത്തെ സംബന്ധിച്ചും പഹൽഗാമിൽ കൊല്ലപ്പെട്ടിട്ടുള്ള വിനോദസഞ്ചാരികളായിട്ടുള്ള രാജ്യത്തിന്റെ 26 പൗരന്മാരുടെ കുടുംബത്തെ സംബന്ധിച്ചും ഭാരതത്തെ സംബന്ധിച്ചും ഏറെ വൈകാരികവും അഭിമാനകരവുമായ നേട്ടമാണ് ഇന്നിപ്പോൾ സൈന്യം ഓപ്പറേഷൻ മഹാദേവിലൂടെ നടത്തിയിട്ടുള്ളത്. ശ്രീനഗറിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ ദാച്ചിഗാം വനമേഖലയിലാണ് സൈന്യത്തിന്റെ ഓപ്പറേഷൻ നടത്തുന്നത്. സൈന്യവും സൈന്യത്തിലെ ചുനാക്കോപ്പും കൂടാതെ രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റും CRPFും ജമ്മു കശ്മീർ പോലീസും സംയുക്തമായാണ് ഓപ്പറേഷൻ നടത്തിയത്. കൃത്യമായിട്ടുള്ള നിരീക്ഷണം ഭീകരർക്ക് മേൽ നൽകിക്കൊണ്ട് കൃത്യമായ ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിയ തിരച്ചിലിനിടെ വെടിയൊച്ച കേട്ടു എന്നാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് സൈന്യം നടത്തിയിട്ടുള്ള തിരിച്ചടിയിൽ 3 ഭീകരരെ വധിച്ചു. 3 ലഷ്കർ ഇ തോയ്ബ ഭീകരർ. അതിന് പിറകെയാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുക്കുകയും അതിന് പ്രാദേശികമായി അത് ഏകോപിപ്പിക്കുകയും ചെയ്തിട്ടുള്ള TRFന്റെ കമാൻഡർ ഹാഷിം മൂസ എന്ന സുലൈമാൻ മൂസയും ഈ ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ടു എന്ന വിവരം പുറത്തുവന്നത്. ഏതായാലും വളരെ കൃത്യമായ സൈനിക നടപടി. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം വിവിധ ഓപ്പറേഷനുകളാണ് ഇപ്പോൾ സൈന്യം കശ്മീരിന്റെ മണ്ണിൽ നടത്തിയിട്ടുള്ളത്. ഈ പുൽവാമ മേഖലയിലും കൂടാതെ ഷോപ്പിയാൻ, ദ്രാൽ മേഖലകളിലും നടത്തിയിട്ടുള്ള ഏറ്റുമുട്ടലുകളിൽ ഈ വിവിധ പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകളുടെ കമാൻഡർമാരെ സൈന്യത്തിന് വകവരുത്താൻ സാധിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രാദേശികമായി ഏകോപിപ്പിക്കുകയും അതിൽ നേരിട്ട് പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള സൂത്രധാരനെയും ഇപ്പോൾ സൈന്യം വകവരുത്തിയിരിക്കുകയാണ്. രോഹിണി. ശരി ജിഷ്ണു, എന്തായാലും ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം 4:30 ഉണ്ടാകുമെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതിൽ കൃത്യമായി എങ്ങനെയാണ് ഈ ഓപ്പറേഷൻ മഹാദേവ് നടപ്പിൽ വരുത്തിയത്? സംയുക്ത സേനകൾ ഏതെല്ലാമായിരുന്നു? ഒപ്പം കൃത്യമായി മരിച്ചവരുടെ പേര്, വിവരങ്ങൾ എന്നതടക്കം ഇത് സൈന്യം നമ്മളോട് പങ്കുവയ്ക്കുമെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? രോഹിണി, സൈനിക വൃത്തങ്ങളുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു പ്രതികരണം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ കശ്മീർ സോൺ IG വിധി കുമാർ വ്യക്തമാക്കിയത് ഇപ്പോഴും ആ പ്രദേശത്ത്
തിരച്ചിലും ഏറ്റുമുട്ടലും തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. അവിടെ കൂടുതൽ സേനാ വിന്യാസം നടത്തിക്കൊണ്ട് അവിടെ പരിശോധന തുടരുകയാണ്. അതുകൊണ്ട് എപ്പോഴായിരിക്കും സൈനിക വൃത്തങ്ങളുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം ഉണ്ടാവുക എന്ന് നമുക്ക് കാത്തിരിക്കേണ്ടതാണ്. നിലവിൽ ലഭിക്കുന്ന ജമ്മുകശ്മീർ പോലീസുമായി ബന്ധപ്പെട്ടും അനൌദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഹാഷിം മൂസ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കൂടാതെ പാക് സ്വദേശികളായിട്ടുള്ള അബു ഹംസ, യാസിർ എന്നീ 3 ഭീകരരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. 3 പേരും ലഷ്കർ ഇ തോയ്ബയുടെ പരിശീലനം ലഭിച്ചിട്ടുള്ള ഭീകരരാണ്, കൊടും ഭീകരരാണ്. അതിൽ ഹാഷിം മൂസ ജമ്മു കാശ്മീരിൽ TRFന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ടോപ്പ് കമാൻഡറാണ് എന്ന വിവരം പുറത്തുവരുന്നു. നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ശ്രീനഗറിൽ നിന്നും 20 കിലോമീറ്റർ അകലെ ധച്ചിഗാം വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുള്ളത്. ഈ ഭീകരരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണം സൈന്യത്തിന്റെയും ഒപ്പം ഇന്റലിജൻസ് വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് നിരീക്ഷിച്ചു വരികയായിരുന്നു. കൃത്യമായിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടായി, കൃത്യമായിട്ടുള്ള ഏകോപനം സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന്. അതിന് ഈ ഓപ്പറേഷന് നേതൃത്വം നൽകിയത് ചിന്നാക്കോപ്പും ഒപ്പം 24 രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റുമാണ്. കൂടാതെ അർദ്ധസൈനിക വിഭാഗം ഈ CRPFും ജമ്മുകാശ്മീർ പോലീസും ഈ ഓപ്പറേഷന് സംയുക്തമായി നിന്നു. അത്തരത്തിൽ സൈന്യവും CRPFും ജമ്മുകാശ്മീർ പോലീസും സംയുക്തമായിട്ടുള്ള ഓപ്പറേഷൻ നടത്തി. പഹൽഗാമിൽ വീഴ്ത്തിയ ചോരയ്ക്ക് കൃത്യമായിട്ടുള്ള മറുപടി ആ ഒരു പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഓരോ ഘട്ടങ്ങളിലായി സൈന്യവും ഭാരതവും നൽകി വരികയാണ്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പഹൽഗാം ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത ഗൂഢാലോചന നടത്തിയിട്ടുള്ള ഭീകരരുടെ തലതൊട്ടപ്പന്മാർ, ആ ഭീകര സംഘടനകളുടെ ഏറ്റവും മുതിർന്ന കമാൻഡർമാരെ വകവരുത്താൻ ഭാരതത്തിന്റെ സൈന്യത്തിന് സാധിച്ചിരുന്നു. 9 ഭീകര കേന്ദ്രങ്ങളിലാണ് ലഷ്കർ ഇ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഭീകര പരിശീലന കേന്ദ്രങ്ങൾ. ഏറ്റവും സുരക്ഷിതമായ സ്ഥലമെന്ന് ഭീകരരുടെ ടോപ്പ് കമാൻഡർമാരും പാക് സൈന്യവും കരുതിയിരുന്ന ഭീകര കേന്ദ്രങ്ങളിൽ പോലും മിസൈലുകൾ വർഷിച്ചുകൊണ്ടായിരുന്നു പഹൽഗാമിൽ വീണ ചോരയ്ക്ക് ഭാരതം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി നൽകിയത്. പിന്നെയും കാത്തിരുന്നത് ആ പഹൽഗാമിൽ നേരിട്ട് ഓപ്പറേഷനിൽ പങ്കെടുത്ത, ആ ഭീകര പ്രവർത്തനത്തിൽ പങ്കെടുത്ത രാജ്യത്തിന്റെ പൌരന്മാരെ മതം ചോദിച്ചുകൊണ്ട് നെറ്റിയിലേക്ക് വെടിയുതിർക്കുകയും ഇത് നിങ്ങളുടെ മോദിയോട് ചെന്ന് പറയൂ അല്ലെങ്കിൽ ഭരണാധികാരികളോട് ചെന്ന് പറയൂ എന്ന വീരവാദം മുഴക്കിയിട്ടുള്ള ഭീകരരെ നേരിട്ട് വകവരുത്തുന്ന സമയത്തിന് വേണ്ടിയായിരുന്നു രാജ്യം കാത്തിരുന്നത്. ഭാരതത്തെ സംബന്ധിച്ചും അന്ന് പഹൽഗാമിൽ പിടഞ്ഞു വീണ ഭാരതത്തിന്റെ പൌരന്മാരുടെ കുടുംബത്തെ സംബന്ധിച്ചും ഏറെ വൈകാരികവും അഭിമാനകരവുമായ നിമിഷത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ഏകോപിപ്പിക്കുകയും അതിൽ നേരിട്ട് പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള സൂത്രധാരൻ ഉൾപ്പെടെ 3 ഭീകരരെയാണ് ഇന്നിപ്പോൾ സൈന്യം ഓപ്പറേഷൻ മഹാദേവിലൂടെ വകവരുത്തിയത്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.